ഹലോ, ഇന്ന് മെയ് 4 എൻ്റെ അച്ചാച്ചിയുടെ പിറന്നാളായിരുന്നേ. ആൾക്ക് ഈ കേക്ക് കട്ട് ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നോർമലായിട്ട് റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സ്പൈസസും ഓയിലും നാരങ്ങാനീരൊക്കെ ചേർത്ത് റൈസ് കുക്ക് ചെയ്തു. ഇനി ഉരുളിയിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ചു കൊടുത്ത് കുറച്ച് സവാള, അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, തക്കാളി, മസാലപ്പൊടി എല്ലാം ചേർത്ത് ചിക്കൻ കറി അങ്ങ് സെറ്റ് ചെയ്തു. അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ അടുപ്പിൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെയിം ഉരുളിയിലേക്ക് തന്നെയാണ് കേട്ടോ ദം ചെയ്യുന്നത്. ദം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മാവൊന്നും ചെയ്യാറില്ല. അല്ലാതെ തന്നെ അടുപ്പിൽ കനലിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റ് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സവാളയും അതുപോലെ കുറച്ച് മല്ലിയില, പുതിനയില നമ്മൾ ആ ഒരു മിക്സിലേക്ക് ഒരു നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുപോലെ പൈനാപ്പിൾ എസൻസും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ കനലിലേക്ക് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലൊന്ന് ദമ്മിട്ടാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.